നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹമായ 3208 അപേക്ഷകളാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ 866 പേർക്ക് മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. 2000-ലധികം അപേക്ഷകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും 1000-ലധികം അപേക്ഷകർക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇതിൽ 1000-ഓളം അപേക്ഷകൾ നാളിതുവരെ പരിശോധന നടത്തി അപേക്ഷകരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൈമാറുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടില്ല. 100-ലധികം അപേക്ഷകളാണ് വയസ്സ് തെളിയിക്കുന്ന രേഖകൾ കൃത്യമല്ലാത്തതിനാൽ മടക്കി അയച്ചിട്ടുള്ളത്. അപേക്ഷ നൽകി പരിശോധന നടത്തി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്ന മുറക്കാണ് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കുക. അപേക്ഷ പരിശോധന നടത്തി അപ്രൂവ് ചെയ്യാൻ കാലതാമസം നേരിടുമ്പോൾ പെൻഷൻ ലഭിക്കാനും വൈകും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പെൻഷൻ ലഭിക്കാതിരിക്കാനുള്ള UDFൻ്റെ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് നിലവിൽ അപേക്ഷ നൽകിയവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുന്നതെന്ന് ഇടത് സൈബർ പ്രൊഫൈലുകൾ ആരോപിക്കുന്നുണ്ട്. സമാനമായി UDF ഭരിക്കുന്ന താനൂർ മുനിസിപ്പാലിറ്റി, താനാളൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകർക്ക് നൽകാത്ത സ്ഥിതിയുണ്ട്. ന്യൂസ് ഡെസ്ക് നിളാവിഷൻ.